പാഠം 898 സൂചി കൊണ്ട് എടുക്കാവുന്നത്. ഇത്ര തിളച്ചാ മതി. പഞ്ചസാര ഈശ്വര. ഇതെല്ലാം കൂടെ ഞാൻ ഇപ്പൊ ഉണ്ടാക്കുമല്ലോ. മോഹനേട്ടന് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഇവിടെ എളുപ്പമാണ്. ചായ കിട്ടിയില്ല പിന്നെ അത് മതി. ഇതെന്തോന്ന് കത്താതെ മര്യാദയ്ക്ക്. ഇനി എപ്പ ഞാൻ അരി ഇടുവെന്തോ. എന്റെ വിധി. ഡീസലിനും പെട്രോളിനും പാചകവാതകത്തിനും ഇനിയും വില കൂടുമെന്ന് സൂചന. ഇന്ധനവില വർധനവ് കൊണ്ട് ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായ സാധാരണക്കാരുടെ ജീവിത ചിലവ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. കഷ്ടം. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും? ചായ പിടിക്ക്. നീ എന്താ ഇത്ര താമസിച്ചത്? ഒരു ചായ എടുക്കാൻ ഇത്രയും സമയം വേണോ? ഇതിനുള്ള മറുപടി ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോ ഇന്നത്തോടുകൂടി നമ്മുടെ ബന്ധം അവസാനിക്കും. ആ ഗ്യാസ് സ്റ്റവ് കേടായെന്ന് ഞാൻ ഇന്നലെ രാവിലെ എന്റെ മോഹനോട് പറഞ്ഞാണേ. അത് നന്നാക്കാൻ ഒരാളെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞപ്പോ ശരിയാക്കാം എന്ന് പറഞ്ഞല്ലേ മോഹനോട് രാവിലെ എടുത്ത് പോയത്. ഞാൻ അന്വേഷിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ആരെങ്കിലും കിട്ടണ്ടേ? എന്തിനാ മോഹനട്ട് ഈ കള്ളം പറയുന്നേ? ഗ്യാസ് സ്റ്റവ് നന്നാക്കാൻ ഒരാളെ നമ്മുടെ നാട്ടിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കൂ? നീ ഇപ്പൊ ഇങ്ങനെ ചൂടാവുന്ന എന്തിനാ? വിറകടുപ്പുണ്ടല്ലോ, അതിൽ ചായ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ കുഴപ്പം? എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് മോഹനട്ടർ അറിയാമോ? രാവിലെ മുതൽ പറമ്പ് മുഴുവൻ നടന്ന ചുള്ളിക്കമ്പോൾ മുഴുവൻ പെറുക്കിക്കൊണ്ട് വന്നിട്ടാണ് ഞാൻ ഈ ചായ ഉണ്ടാക്കിയത്. എത്ര സമയം വെറുതെ പോകുന്നത് മോഹനട്ട് ആലോചിച്ചോ? വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല. അത് കൊള്ളൂലല്ലോ. കണ്ടോ കിട്ടു. ഈ ഗ്യാസ് അടുപ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് 10-50 വർഷമായിട്ടുള്ളൂ. മനുഷ്യൻ ഭക്ഷണം പാചകം ചെയ്ത് തുടങ്ങിയിട്ട് 10,000 വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ ഗ്യാസ് അടുപ്പില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമല്ല. മനുഷ്യൻ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിട്ട് 10,000 കൊല്ലമേ ആയിട്ടുള്ളൂ. അതെ. അതിനു മുന്നേ ആയിരക്കണക്കിന് കൊല്ലം പാചകം ഒന്നും ചെയ്യാതെയാണ് മനുഷ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി മുതൽ അങ്ങനെ ആവാം. ഒരു പ്രശ്നം പറയുമ്പോ തർക്കിക്കാനായിട്ട് മാത്രം ഒരുമാതിരി തരികട സിദ്ധാന്തം പറഞ്ഞോണ്ട് വരല്ലേ. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മോഹനേട്ടൻ ഇന്നലെ തന്നെ ഈ സ്റ്റൗ നന്നാക്കാൻ ഒരാളെ വിളിച്ചോണ്ട് വരില്ലായിരുന്നു. കിട്ടിയില്ല. ഇത് ഞാൻ വിശ്വസിക്കൂല്ലോ മോഹനേട്ടാ. നമ്മുടെ നാട്ടിലെ വേറെ ഏതെങ്കിലും വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് ആള് വന്ന് ഇത് ശരിയാക്കിട്ട് പോയാനെ. ഇവിടെ എന്തായാലും അത് നടക്കൂല.
ഒന്നാമത് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതുകൊണ്ട് മോഹനേട്ടന് ഒരു പ്രയാസം ഉണ്ടാവുന്നില്ല. രണ്ടാമത് ഗ്യാസ് കത്തിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്രയും ലാഭമായല്ലോ. സത്യത്തിൽ ഈ സ്റ്റൗ കേടായതിൽ മോഹനേട്ടന് ഭയങ്കര സന്തോഷം ഉണ്ടായെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഭാമേ, ഈ ഗ്യാസ് അടുപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്ന നീയാണല്ലോ. ഞാൻ അതിൽ നിന്നും തൊടാറ് പോലുമില്ല. അപ്പോ ഇത് കേടായതിന്റെ ഉത്തരവാദിത്വം നിനക്ക് മാത്രമാണ്. നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണ് ഈ സാധനം കേടായി പോയത്. കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കുന്ന റോക്കറ്റ് കേടാവുന്നു, പിന്നല്ലേ ഒരു ഗ്യാസ് സ്റ്റൗ. ഒരു ഉപകരണം ആകുമ്പോ കേടായെന്നിരിക്കും, അതൊരു പുതിയ സംഭവം അല്ല. സൂക്ഷിച്ചുപയോഗിച്ചാൽ ഒരു ഉപകരണവും കേടാവില്ല. നിന്ന് ന്യായം പറയാതെ വന്നാരാന്ന് പോയി നോക്ക്. ഇല്ലെങ്കിലേ താമസിക്കാൻ പോകുന്നതേ മോഹനേട്ടൻ ഷർട്ട് മുണ്ട് തേക്കലായിരിക്കും. ഷർട്ട് മുണ്ട് തേച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ പോയി ആധാരാണെന്ന് നോക്ക്. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോ. നമസ്കാരം. നമസ്കാരം. എന്താണ്? ഇവിടുത്തെ സ്റ്റൗ കേടാണെന്ന് പറഞ്ഞു, അത് നന്നാക്കാൻ വേണ്ടി വന്നാ. ആര് പറഞ്ഞിട്ട്? ഇവിടുത്തെ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പലചരക്ക് കടയിലെ മാധവൻ കുട്ടിച്ചേട്ടനാ എന്നെ പറഞ്ഞു വിട്ടത്. ഈ വീട്ടിലെ അടുപ്പ് കേടാണ് എന്നുള്ളത് ശരിയാണ്, അത് നന്നാക്കുകയും വേണം. പക്ഷേ അതിനു മുൻപ് താങ്കൾ കാക്ഷിക്കുന്ന കൂലി എത്രയാണെന്ന് അറിയണം. അതിപ്പോ ഞാൻ അടുപ്പൊന്ന് കാണട്ടെ സാർ. അത് നടക്കില്ല. കൂലി പറഞ്ഞ ശേഷം നോക്കിയാൽ മതി. പണിക്കൂലി 250 രൂപ ആവും. പിന്നെ സ്പെയർ പാർട്സ് വല്ലതും വാങ്ങണമെങ്കിൽ അതിന്റെ പൈസ വേറെ. ഒരു ഗ്യാസ് അടുപ്പ് നന്നാക്കാൻ 250 രൂപ. അത് മിനിമം കൂലിയാണ് സാർ. നടക്കില്ല. ഞാൻ ഒരു 50 രൂപ അങ്ങ് തരും. സമ്മതമാണെങ്കിൽ പോയി നന്നായിക്കോളൂ. 50 രൂപയോ? 50 രൂപ അത്ര ചെറിയ തുകയാണോ? 50 രൂപയ്ക്ക് നടക്കില്ല സാറേ. എങ്കിൽ അടുപ്പ് നന്നാക്കാൻ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. എല്ലാം നോക്ക്. കഷ്ടം. രാവിലെ ആളെ വിളിച്ചു വരിച്ച് മെനക്കെടുത്തിക്കാൻ. ബാക്കി ഞാൻ മാധവൻ കുട്ടിച്ചേട്ടനോട് പറഞ്ഞോളാം. 250 രൂപ. ആ പൈസക്ക് ഒരു പുതിയ അടുപ്പ് വാങ്ങാം. അഹങ്കാരി. എന്തെങ്കിലും ആവശ്യത്തിന് വിലാപ്പിലേക്ക് വാ. ഗ്യാസ് അടുപ്പ് നന്നാക്കാൻ ആളെ പറഞ്ഞു വിടണമെന്ന് മാധവൻ കുട്ടിയോട് പറഞ്ഞത് നീയാണോ? ഇന്നലെ കോടതിയിൽ നിന്ന് വരുന്ന വഴി മാധവൻകുട്ടിയെ കണ്ടു. ഞാൻ അപ്പൊ പറഞ്ഞതാ. മോഹനേട്ടൻ എങ്ങനെ അറിഞ്ഞു? മാധവൻ കുട്ടി പറഞ്ഞു വിട്ടയാൾ വന്നിരുന്നു. ആണോ? എന്നിട്ട് എവിടെ? ഒരു ഗ്യാസ് അടുപ്പ് നന്നാക്കാൻ അയാൾക്ക് 250 രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞു. 50 രൂപ കൊടുക്കാം. അയാൾക്കത് പോരാന്ന്. എത്ര വേഗം സ്ഥലം വിട്ടുള്ള ഞാൻ പറഞ്ഞു. എന്റെ ഈശ്വരാ. പോയോ? പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അഹങ്കാരി. മോഹനേട്ടാ, അടുക്കളയിൽ കിടന്ന ഞാൻ പെടുന്ന പെടാപാട് മോഹനേട്ട കാണുന്നതല്ലേ. അതിനിടെ ഇങ്ങനെ പിച്ച് കാണിച്ചിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഞാൻ മാധവൻകുട്ടിയോട് പറഞ്ഞോണ്ട് അയാളെ പറഞ്ഞു വിട്ടത്. ഇനി ഞാൻ മാധവൻകുട്ടിയോട് എന്താ പറയാ? മാധവൻകുട്ടിയോട് നീ ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ മനുഷ്യൻ കൂടെ തോറ്റു. ഇന്ന് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ചവിട്ടി പൊളിക്കും. ഞാനെന്തോ വലിയ തെറ്റിയത് പോലാണല്ലോ നിന്റെ പെരുമാറ്റം. ഒരു ഗ്യാസ് അടുപ്പ് നന്നാക്കാൻ 250 രൂപ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതൽ തന്നെയാണ്. അങ്ങനെ ധൂർത്തടിക്കാൻ എന്റെ കയ്യിൽ പൈസയില്ല. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത്. അത് കേടായാൽ നന്നാക്കാനായിട്ട് എത്ര കാശ് വേണേലും മുടക്കണം. ഇല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. അത് കൊള്ളാം. ഗ്യാസ് അടുപ്പ് ഒരു അത്യാവശ്യ സാധനമാണ് എന്ന് കരുതി അത് നന്നാക്കാൻ വരുന്നവൻ ചോദിക്കുന്ന പൈസ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഒരു ഗ്യാസ് സ്റ്റൗ നന്നാക്കാൻ 50 രൂപ എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലാണ്. സാറേ, ഉത്തമൻ, ഞാൻ ഉത്തമനോട് സംസാരിച്ച് വരുന്നതിന് മുമ്പ് നീ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്ക്. എനിക്ക് കൃത്യം 9:38 മുൻപ് ഇവിടെ നിന്ന് പുറപ്പെടാനുള്ളതാണ്. നമസ്കാരം സാർ. നമസ്കാരം. എന്താ ഉത്തമ രാവിലെ? പിന്നെ ആ കുന്നുംപുറത്തെ വേലാൻ ചേട്ടന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വന്നതാണ്. ഇന്നലെ വേലാൻ ചേട്ടൻ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നുവെന്നും സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂല എന്ന് സാറ് പറഞ്ഞെന്ന് എന്റെ അടുത്ത് വേലാൻ ചേട്ടൻ പറഞ്ഞു.
എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കും? വേലായുധൻ ചേട്ടന്റെ കയ്യിൽ മുന്നാധാരത്തിന്റെ പകർപ്പില്ല. അത് കൊണ്ടുവന്നാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വേലായുധൻ ചേട്ടന് ആകെ പ്രയാസം. അത് ശരിയല്ലല്ലോ. സർക്കാർ കുറെ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അനുസരിക്കാനാണ്. അതൊക്കെ ശരി തന്നെയാണ് സാറേ. പക്ഷെ വേലാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് മുന്നാധാരം കാണാതെ പോയി, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒരു മുന്നാധാരത്തിന്റെ പകർപ്പെടുക്കാൻ എന്താണ് പ്രയാസം? ഒരു പ്രയാസവും ഇല്ല. എന്നെ വന്ന് കണ്ടാൽ അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. ആ കാര്യം ഒന്ന് വേലായുധൻ ചേട്ടൻ പറഞ്ഞേക്കൂ. ഓ ശരി ശരി ശരി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഉത്തമ, നമസ്കാരം വക്കീലേ. ഇവിടുത്തെ ഗ്യാസ് സ്റ്റവ് ഇന്നലെ മുതൽ കത്തുന്നില്ല. അന്ന് ശരിയൊക്കെ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ ഉഴപ്പി. ഇപ്പൊ ഇതാ പറമ്പിന്ന് ചുള്ളിക്കമ്പുകൾ പെറുക്കി വിറകടുപ്പ് കത്തിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, വക്കീൽ ഇന്നലെ തന്നെ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ ആളിനെ കൊണ്ടുവരായിരുന്നല്ലോ. മോഹനേട്ടൻ ആളെ കൊണ്ടുവരുന്നല്ലേ ഞാൻ കരുതിയത്. എവിടുന്ന്? വിറകടുപ്പ് കത്തിച്ചാൽ അത്രയും ഗ്യാസ് ലാഭാവില്ലോ എന്ന് മോഹനേട്ടൻ കരുതി. ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല. എന്നെ കൊടുത്ത് പറയ്ക്കല്ലേ. ഉത്തമ, ആ പല്ലരക്കടയിലെ മാധവൻ കുട്ടിയോട് പറഞ്ഞ ഞാൻ ഒരാളെ വരുത്തിയതാ. പക്ഷെ എനിക്ക് അയാളെ ഒന്നും കാണാൻ കൂടെ കിട്ടിയില്ല. അതിന് മുന്നേ കൂലി കൂടുതൽ ചോദിച്ചെന്ന് പറഞ്ഞ് മോഹനേട്ടൻ അയാളെ പറഞ്ഞു വിട്ടു. എങ്ങനെ പറഞ്ഞോടായിരിക്കും? ഒരു ഗ്യാസ് അടുപ്പ് നന്നാക്കാനായി അയാൾ ചോദിച്ച കൂലി കേട്ടാൽ ഉത്തമ ഞെട്ടും. എത്രയാണ് സാറേ? 250 രൂപ. മോഹനേട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞ കൂലി എത്രയാണെന്ന് ഉത്തമൻ അറിയാമോ? 50 രൂപ. ഉത്തമൻ ഇപ്പൊ ശരിക്കും ഞെട്ടി. സാറേ ഈ 50 രൂപയൊക്കെ എന്ന് പറഞ്ഞ അതിൽ 1 രൂപ ഞാൻ കൂടുതൽ കൊടുക്കില്ല. ഉത്തമ എങ്ങനെയെങ്കിലും ഒരാളെ ഒന്ന് സംഘടിപ്പിച്ചതാ. ഞാൻ അടുക്കളപ്പെടുന്ന പാടം തന്ന മോഹനേട്ടൻ മനസ്സിലാവില്ലല്ലോ. അതെ വക്കീലേ, പേടിക്കണ്ട. സ്റ്റൗ നന്നാക്കാൻ പറ്റിയ ഒരാളെ നിമിഷ നേരം കൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവരാം. കൂലി 50 ആണ്. ശരി സാറേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വക്കീലേ. പിന്നെ വക്കീല് കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആളിനെ പറഞ്ഞു വിടാം. ശരി സാറേ. 50 അതിൽ കൂടുതൽ കൊടുക്കില്ല. സത്യത്തിൽ ഈ ഗ്യാസ് അടുപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്ന നീ തന്നെ അത് നന്നാക്കാൻ നോക്കേണ്ടതായിരുന്നു. 5-6 കൊല്ലമായിട്ട് മോഹനേട്ടനൂടെ കഴിഞ്ഞിട്ട് എനിക്ക് മോഹനേട്ടൻ നന്നാക്കാൻ പറ്റിയോ? ഇല്ല. ആ ഒരു കാര്യം ചെയ്യ്. എന്താ? ഞാൻ നോക്കട്ടെ എന്താ പ്രശ്നം. ഒരുപക്ഷെ എനിക്കത് ശരിയാക്കാൻ പറ്റിയാൽ 50 രൂപയാണ് ലാഭം. നോക്കാം. അയ്യോ, എന്ത് ചെയ്യണേ? ഈ സ്റ്റൗവിന് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ഓ, വെറുതെ എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കല്ലേ. ഇത് കത്തുന്നില്ലെന്ന് ഞാൻ ഇന്നലെ മുതൽ പറയുന്നല്ലേ. എന്താണ് കത്താത്തത്? ഇത് നമ്മൾ വിചാരിച്ചാലും കത്തിക്കാൻ പറ്റും. വെറുതെ ഒരാൾക്ക് 250 രൂപ കൊടുക്കുന്നതിനാണ്. മോഹനേട്ടൻ വിചാരിച്ചാൽ കത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ ആ സൈസ് കത്തിക്കലല്ലേ ഇവിടെ വേണ്ടത്. കത്തിക്കാനാണെങ്കിൽ ഇതെടുത്ത് ആ അടുപ്പിലോട്ട് വെച്ചാ പോരെ. ആമേ, അവരവരുടെ വീട്ടുപകരണങ്ങൾ നന്നാക്കാൻ അവരവർ തന്നെ പഠിക്കണം. നീ പോയി ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുണ്ടോ? ഞാൻ നോക്കട്ടെ. മോഹനേട്ടാ, ഇപ്പൊ ഇത് 250 രൂപ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മോഹനേട്ടൻ ഇതിൽ പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ പുതിയ സ്റ്റൗ നമുക്ക് വാങ്ങേണ്ടി വരും. അതെ, ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എന്തായി കാണിക്കുന്നേ? മോനേട്ടാ, വൈകിട്ട് അത്താഴം ഇവിടുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനകം ആള് വന്ന് ഇത് നന്നാക്കി തരണം. ആളെ പറഞ്ഞല്ലോ. ഉത്തമൻ ആളെയൊക്കെ പറഞ്ഞു വിടും. പക്ഷെ വരുന്നയാൾക്ക് പൈസ കൊടുക്കുന്ന കാര്യത്തിലാണല്ലോ ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. മോഹനേട്ടൻ പറഞ്ഞ പോലെ 50 രൂപ കൊടുക്കാന്ന് പറഞ്ഞാലൊന്നും ഒരാൾ ഇത് നന്നാക്കി തരാൻ പോകുന്നില്ല. നോക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എവിടെ നടക്കുള്ളൂ. മര്യാദക്ക് 250 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റൗ നന്നാക്കി കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കഴിക്കേണ്ടി വരും. അപ്പൊ ചെലവ് 250 നിൽക്കില്ല, 500 നിൽക്കില്ല. അവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമസ്കാരം സാറേ. നമസ്കാരം. ആരാണ്? എന്റെ പേര് പ്രകാശൻ. ഉത്തമൻ പറഞ്ഞിട്ട് വന്നതാ. ഉത്തമൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു സാർ. ഈ ഗ്യാസ് അടുപ്പ് നന്നാക്കാനൊക്കെ ശരിക്കും അറിയാമോ? അല്ല, അങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? വലിയ വില കൂടിയ ഗ്യാസ് അടുപ്പാണ് ഈ വീട്ടിലിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അത് കേടാവുന്നത് താനും. നന്നാക്കാൻ ശരിക്കും അറിയാത്ത ആൾ എന്തെങ്കിലും ചെയ്താൽ അതിനെന്തെങ്കിലും പറ്റിപ്പോയാലോ?
അതിന് ഇനി എന്ത് പറ്റാനാണാവും? പ്രകാശം വരൂ, ഞാൻ സ്റ്റവ് കാണിച്ചു തരാം. നിൽക്ക്. എന്ത്? അങ്ങനെ പോകാൻ പറ്റില്ല. ആദ്യം ഞാൻ കൂലി പറയും. സ്റ്റൗ നന്നാക്കുന്നതിന് 50 രൂപ ഞാൻ കൂലി തരും. സ്റ്റൗ ശരിയായാൽ മാത്രമേ ആ 50 രൂപ ഞാൻ തരികയുമുള്ളൂ. ജോലി കഴിഞ്ഞിട്ട് പിന്നെ പൈസയുടെ കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇല്ല സർ. 50 രൂപ കൂലി തന്നെ സമ്മതിച്ചോ? സമ്മതിച്ചു സാർ. പ്രകാശം വരൂ, ഞാൻ സ്റ്റവ് കാണിച്ചു തരാം. ആ. 50. മോഹനേഷ് സാറിന്റെ കളി. 50 രൂപ ഒതുക്കി. 25 രൂപ പറഞ്ഞാൽ മതിയായിരുന്നു. ഇതാണ് സാധനം. അല്ല ശരിക്കും എന്താ പറ്റിയത്? അറിഞ്ഞൂടാ, കത്തിക്കൊണ്ടിരുന്നതാ. ഇന്നലെ പെട്ടെന്ന് അതങ്ങ് കെട്ടുപോയി. ഗ്യാസ് ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. കുറ്റി മാറ്റിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടുമോ? ഇതൊന്നും കൊണ്ടുന്നില്ലേ? അല്ല ഉത്തമം പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങി പോരുമായിരുന്നു. ഞാൻ എടുത്തോണ്ട് വരാം. ആ. എന്തായി? ലൈറ്റർ എവിടെ? അതാ. ആ. കത്തി. രക്ഷപ്പെട്ടു. ഹലോ, അതെ. ആഹാ, നമസ്കാരം സാർ. ഓ, എനിക്ക് ഓർമ്മയുണ്ട്. കൃത്യം 11:30 ഞാൻ താലൂക്ക് ഓഫീസിലെത്തും. റിപ്പോർട്ടെല്ലാം ശരിയാക്കിയിട്ടുണ്ട് സാർ. അതെ, ആയിക്കോട്ടെ. മോഹനേട്ടാ, അയാളാണ് മിടുക്കനാട്ടോ. സ്റ്റൗ ശരിയാക്കി. ആ, അതിന്റെ പരാതി തീർന്നല്ലോ. അയാളോടെ? അയാൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഈ 50 രൂപ തീരെ കുറവാ. ഒരു 100 രൂപയെങ്കിലും കൊടുക്ക്. എത്ര പെട്ടെന്ന് അയാൾ ജോലി തീർത്തേ. ജോലി പെട്ടെന്ന് തീർത്തത് കൊണ്ട് 50 രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാനൊരു വാക്ക് പറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം 50 രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത് പറയാൻ? പ്രകാശൻ വളരെ പെട്ടെന്ന് ജോലി തീർത്തു എന്ന് ഭാമ പറഞ്ഞു. ആ. 1 മണിക്കൂറെങ്കിലും എടുക്കും എന്ന് കരുതിയാണ് 50 രൂപ അന്നേരം ഞാൻ കൂലി പറഞ്ഞത്. അയ്യോ അതൊരു ചെറിയ പ്രശ്നമായിരുന്നു സാറേ. അപ്പൊ 50 രൂപ കൂലി കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. സത്യം പറയല്ലോ സാറേ, ഞാൻ കൂലി പ്രതീക്ഷിച്ചല്ല വന്നത്. 1 രൂപ പോലും തന്നില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല. കണ്ടോ, നേരത്തെ വന്നയാൾ 250 രൂപ കൂലി ചോദിച്ചത് അന്യായമായിരുന്നു എന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. മനസ്സിലായല്ലോ. അല്ല സാറേ, ഞാൻ വന്നതേ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാ. കൈവശാവകാശ സർട്ടിഫിക്കറ്റ്? കുന്നുംപുറത്തെ വേലായുധന്റെ മകനാ ഞാൻ. അച്ഛൻ ഇന്നലെ വന്നപ്പോ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് സാറ് പറഞ്ഞില്ലേ? അതെങ്ങനെയെങ്കിലും ശരിയാക്കി തരണമെന്ന് പറയാനാ ഉത്തമനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഉത്തമൻ വഴിയിൽ വെച്ച് എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് മോഹനേഷ് സാറോട് സംസാരിച്ച സാറ് വേണ്ടത് ചെയ്യുമെന്ന്. വന്ന പാടെ സാറ് പറഞ്ഞു സ്റ്റൗ നന്നാക്കി തരാൻ. എന്റെ കാര്യം നടക്കണമല്ലോ എന്ന് കരുതിയാ ഞാനത് ചെയ്തത്. പക്ഷേ ഞാൻ അല്ല അതിന് കുഴപ്പമില്ല സാറേ. പണ്ട് പഞ്ചായത്തിൽ എനിക്ക് ഒരു ആവശ്യം വന്നപ്പോ സെക്രട്ടറി രാമേന്ദ്രൻ സാറ് എന്നെ കൊണ്ട് വീട്ടിലേക്ക് പച്ചക്കറി മീനും ഒക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും കൈക്കൂലി ഓരോ തരത്തിലാണല്ലോ. കൈക്കൂലിയോ? കെ മോഹനേഷ് സാർ കൈക്കൂലി വാങ്ങാറില്ല. പക്ഷേ എന്നെ കൊണ്ട് സ്റ്റൗ നന്നാക്കിപ്പിച്ചല്ലോ. ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് സാർ തരാതിരിക്കില്ല എന്ന് എനിക്കറിയാം. അത് മുന്നാധാരത്തിന്റെ പകർപ്പ് കൊണ്ടുവരാതെ സർട്ടിഫിക്കറ്റ് തരുന്ന പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് സാർ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത്? അത് വെറുതെ അല്ലല്ലോ, കൂലിക്കല്ലേ?
50 രൂപ തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു സ്റ്റൗ നന്നാക്കാൻ 50 രൂപയെ 500 രൂപയെങ്കിലും ആവും. ദേ സാറേ, ഒന്നുകിൽ എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരണം, അല്ലെങ്കിൽ സ്റ്റൗ നന്നാക്കിയതിന്റെ 500 രൂപ കൂലി എനിക്ക് തരണം. തന്നില്ലെങ്കിൽ ആ, തന്നില്ലെങ്കിലേ ഞാൻ നാട്ടുകാരോട് മുഴുവൻ പറയും. സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്ന എന്നെ കൊണ്ട് സാർ സ്റ്റൗ നന്നാക്കിച്ചിട്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നില്ലായിരുന്നു. ആ ഉത്തമന് കാര്യങ്ങളൊക്കെ അറിയാലോ സാർ. എന്തു പറയുന്നു? സാറ് സർട്ടിഫിക്കറ്റ് തരുവോ ഇല്ലേ? സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മുന്നാലെ കാണണം. എങ്കിൽ എന്റെ 500 രൂപ ഇങ്ങനെ അല്ല, ഒരു തീരുമാനം പറ സാറേ, എനിക്ക് പോണം. മോനട്ടാ പൈസ കൊടുത്ത് ഒഴിവാക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നാണക്കേടാവും. പക്ഷെ 500 രൂപ രൂപയെക്കാട്ടിലും വലുത് അഭിമാനമല്ലേ? ഇനി ഒരു 100 രൂപ പോരെ? മോനട്ടാ 500 രൂപയിൽ 1 രൂപ പോലും കുറയില്ല. പിന്നെ 100 200 മതി ഇല്ലേ? പോരെ? സാറ് പൈസ തരുന്നുണ്ടോ ഇല്ലേ? കൊടുത്ത് ഒഴിവാക്കാൻ നോക്ക്. 450 500 തന്നെ തന്നേക്കാം, കൊണ്ടുവയ്ക്കോ. ഈശ്വര. എന്തായാലും മുന്നാധാരത്തിന്റെ പകർപ്പ് കിട്ടാതെ സാറ് സർട്ടിഫിക്കറ്റ് തരില്ലല്ലോ. പകർപ്പ് പോയിട്ട് ഞാൻ വരാം. വെച്ചിട്ടുണ്ട് ഞാൻ. ഇല്ല പൈസക്ക് വേണ്ടേ, സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്ത തന്നെ. മുന്നാധാരത്തിന്റെ പകർപ്പായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കാതിരിക്കും? മോഹനട്ടൻ ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറല്ലേ? 250 രൂപ കൊടുക്കാതിരിക്കാൻ കാണിച്ചു കൂട്ടിയ അഭ്യാസമല്ലേ ഇത്? ഇപ്പതാ 500 രൂപ പോയി. ഉത്തമനെ വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രകാശനുള്ളതോ? അത് കൊടുത്തല്ലോ. ആ 250 രൂപയിൽ തീരേണ്ട ഒരു കാര്യം 500 രൂപ മുടക്കിയേ തീർക്കൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്? ആളുകളിൽ നിന്ന് കാശ് വാങ്ങുന്നത് മാത്രമല്ല, കൈക്കൂലി എന്ന കാര്യം നന്നായിട്ട് അറിയാവുന്ന വില്ലേജ് ഓഫീസർ 500 രൂപ മുടക്കിയിട്ടായാലും മാനം